ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ സീരീസിലെ 7ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ പാരൻസ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഈസി ടിപ്സാണ് ഷെയർ ചെയ്യണത്. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ഭക്ഷണം വയ്ക്കണമെന്നൊരു പ്ലാൻ നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഈ 2 കൊല്ലത്തിൽ ഞാൻ വരുത്തിയ ഏറ്റവും വലിയൊരു മാറ്റമാണ് മീൽ പ്ലാനിങ്. അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഭക്ഷണം രാവിലെ എന്തുണ്ടാക്കണം എന്നൊരു കൺഫ്യൂഷൻ ഇല്ല, നമുക്ക് ടെൻഷനില്ല, കറക്റ്റായിട്ട് ഐറ്റംസ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കേണ്ടതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഫുഡ് വേസ്റ്റേജും കാര്യങ്ങളൊക്കെ വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റും. കൃത്യമായൊരു ക്വാണ്ടിറ്റിയിൽ പ്രോപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കാനും മീൽ പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൽ പ്ലാനിങ് മസ്റ്റായിട്ടും നമ്മൾ പാരൻസ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. പലപ്പോഴും നമ്മൾ ഇൻസ്പിറേഷൻ എടുക്കുക, മറ്റുള്ള വീഡിയോസ് കാണുമ്പോഴോ മറ്റുള്ളവരുടെ മീൽ പ്ലാൻ കാണുമ്പോഴോ അല്ലെങ്കിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞുള്ള വീഡിയോസ് കാണുമ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കും, ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് ഓക്കെ ആവുമെന്ന്. പക്ഷേ എനിക്കതൊരിക്കലും വർക്കൗട്ട് ആയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പലരുടെയും വീട്ടിൽ പല സാഹചര്യങ്ങളാണ്. ചിലവരുടെ വീട്ടിൽ കുറച്ച് പേരുണ്ടായിരിക്കുള്ളൂ, ചിലവരുടെ വീട്ടിൽ അധികം പേരുണ്ടാവും, കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവും, നമ്മൾ ജോലിക്ക് പോകുന്നവരാവും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വീട്ടിലേക്ക് സൂട്ടായിട്ടുള്ള ഒരു മീൽ പ്ലാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നമ്മൾ ആരുടെയും കോപ്പി പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മൺഡേ ടു സൺഡേ ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ എക്സാമ്പിൾ എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഐറ്റംസ് എഴുതും. അതെനിക്ക് ആ സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഞാൻ മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സിലാണ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. കാരണം ഇപ്പോൾ എനിക്ക് സമയമെടുത്ത് സാവധാനത്തിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഒക്കെ ഞാൻ സാറ്റർഡേ സൺഡേ മാത്രമേ പരീക്ഷണം ചെയ്യുള്ളൂ. ബാക്കി ദിവസമൊക്കെ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന ഐറ്റംസ് മാത്രമാണ് ഞാൻ എപ്പോഴും മീൽ പ്ലാനിങ്ങിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ഒരു വീട്ടിലെ ഫുഡിൻ്റെ രീതിയും ഇതൊക്കെ കണ്ടിട്ട്, അയ്യോ ഞങ്ങൾ ഇങ്ങനെ ഇത്ര ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യണേ എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ വീട്ടിലെ പോലെ അല്ലല്ലോ നമ്മുടെ വീട്ടിലെ സാഹചര്യം. അപ്പോൾ അതനുസരിച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. 2ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എഴുതിയ മീൽ പ്ലാൻ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്ത് വെക്കാം. പേപ്പറിൽ എഴുതിയേക്കാണെങ്കിൽ അങ്ങനെ, ഒരു ബോർഡിൽ എഴുതിയേക്കാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാണുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കാം. തലേ ദിവസം മറക്കാതെ അത് വായിച്ചു നോക്കാം, എന്തൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്ത് വെക്കണമെന്നും കൂടി അപ്പോൾ നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ നമുക്ക് പൾസസ് ആണെങ്കിൽ ഇപ്പോൾ കടലയും പയറോ അങ്ങനെയൊക്കെ വെള്ളത്തിലിട്ടൊക്കെ വെക്കണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കണമെങ്കിൽ എഴുതി വെച്ചത് നോക്കിയാൽ മതി. 3ാമത്തെ ടിപ്പ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം കേട്ടോ. ചില സമയത്ത് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കുറേ കാണും കേട്ടോ. പക്ഷേ വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്തോ പണികൾ ചെയ്യുമ്പോൾ ഞാൻ അത് മറന്നു പോകും ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന 1-2 കാര്യങ്ങളാണ്, കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എപ്പോഴും ഇങ്ങനെ നന്നാക്കി ബോക്സിലാക്കി വെക്കും. മറ്റ് ഐറ്റംസ് അരിയുന്ന പോലെയല്ല കേട്ടോ, ഇത് നമുക്ക് കുഞ്ഞായതുകൊണ്ട് തന്നെ എന്തോ തിരക്കടിച്ച് നിൽക്കുന്ന നേരത്തെ എനിക്ക് എന്തോ ദേഷ്യം വരും ഇത് അരിയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ 2 നാളികേരം ചിരവി ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കും. അപ്പോൾ തലേ ദിവസം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലേക്ക് വേണ്ടിയിട്ട് നമുക്കത് പുറത്തോട്ട് എടുത്ത് വെച്ചാൽ അതിൻ്റെ തണുപ്പ് ഫുൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറികളിലോട്ട് യൂസ് ചെയ്യാം. തണുപ്പ് പോയിട്ട് തന്നെ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നെയ്യ് പോലെ ഒരു ഇത് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ തണുപ്പ് പോയിട്ട് ഉപയോഗിക്കാം. 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, കിച്ചൺ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ, കിച്ചണിൽ ആര് വന്നാലും ഞാൻ പറയുമ്പോൾ ഐറ്റംസ് അവർക്ക് എടുക്കാൻ കിട്ടണം, ആ രീതിക്ക് ഒതുക്കിക്കണം. അല്ലാതെ എൻ്റെ മാത്രം ഒരു സാമ്രാജ്യമായിട്ട് ഞാനിങ്ങനെ അടുക്കള വെച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ തന്നെ ചെന്നാൽ മാത്രമേ ഓരോ ഐറ്റംസ് എടുത്ത് കൊടുക്കാനോ ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഇന്ന ഐറ്റംസ് എവിടെയാണ് ഇരിക്കുന്നത്, അതനുസരിച്ചാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഭംഗി ചിലപ്പോൾ തോന്നണമെന്നില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമ്മൾ ഭംഗി മാത്രം നോക്കാൻ പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ മാത്രം അത് എപ്പോഴും ചെയ്ത് സെറ്റാക്കി വെക്കേണ്ടി വരും. പക്ഷേ ഒരുവിധം പ്രാക്ടിക്കലായിട്ട് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ വീട്ടിൽ ആർക്കും വന്ന് ഈസി ആയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഞാനായാലും ചേട്ടനായാലും എൻ്റെ മക്കൾ, ഇപ്പോൾ മൂത്ത മോളായാലും വന്ന് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഓരോ ഐറ്റംസ് എടുക്കാനും ഒക്കെ അവർക്ക് അറിയുന്ന രീതിയിലാണ് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ അവിടെ വന്ന് ഇത് ചെയ്യണമെന്നില്ല. ആ രീതിയിൽ നമ്മുടെ കിച്ചൺ ഒതുക്കുക. അല്ലാതെ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലെ പോലെ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിൽ കാണുന്ന പോലെ എൻ്റെ അടുക്കള ഇങ്ങനെ വരുത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് ഓവർ സ്ട്രെസ്സാണ്. നമ്മളവിടെ ചെന്നാൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. ആ രീതിക്ക് ഒരിക്കലും നമ്മുടെ വീട്ടിലെ ഒരു ഐറ്റംസും വെക്കരുത്. എൻ്റെ അഭിപ്രായം നമ്മുടെ വീട്ടിലെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവരോടും പറഞ്ഞു കൊടുക്കുക, ഇന്ന ഐറ്റംസ് ഇന്ന രീതിയിലാണ് ഒതുക്കിയിരിക്കുന്നത്. അവർക്കും ചെന്നാൽ ആ ഐറ്റംസ് എടുക്കാൻ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ ഇതും കൂടി നമ്മുടെ തലയിൽ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് ഇപ്പോൾ ക്ലാസ് തുറക്കണതിന് മുമ്പ് തന്നെ പരമാവധി നമ്മുടെ കിച്ചൺ ഒതുക്കി സെറ്റാക്കി വെക്കാനും കൂടി നോക്കുക.
അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് റൂമായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എവിടെയെങ്കിലും ഒരു കോർണറിൽ സൈലൻ്റായിട്ട് കുട്ടികൾക്ക് പഠിക്കാനും നമുക്ക് പഠിപ്പിക്കാനും പറ്റുന്ന ഒരു ഏരിയ. അത് വല്ലാതെ ശബ്ദവും ബഹളങ്ങളും ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ നന്നായി. അപ്പോൾ ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും റൂമായിട്ട് സെപ്പറേറ്റ് അല്ലെങ്കിൽ സ്റ്റഡി ടേബിളായിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് ഏജ് ആയി കഴിയുമ്പോഴാവും നമുക്ക് റൂം തന്നെ സെപ്പറേറ്റ് കിട്ടുക, അല്ലെങ്കിൽ ഒരു ടേബിൾ കിട്ടുക, ചിലപ്പോൾ അതും കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇല്ലാത്ത കാര്യത്തിൽ വിഷമിക്കാതെ മറ്റുള്ളവരുടെ ലൈഫായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതെ നമുക്കുള്ള സാഹചര്യത്തിൽ എങ്ങനെ കുട്ടികളെ പഠിക്കാതിരിക്കാം എന്നും നോക്കിയിട്ട് അതനുസരിച്ച് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോഴും പണ്ടത്തെ പോലെയല്ല, നമ്മളിപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പലരും റൂമായാലും സ്റ്റഡി ടേബിൾ ആയാലും ഒക്കെ കാണുമ്പോൾ ഇൻക്ലൂഡിങ് ഇപ്പോൾ ഞാനായാലും വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെയല്ലല്ലോ എന്നുള്ളൊരു സങ്കടം തോന്നും. പക്ഷെ നമ്മളങ്ങനെ സങ്കടപ്പെടേണ്ട. നാളെ നമ്മുടെ ലൈഫിലൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് റൂമും സ്റ്റഡി ടേബിളും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഓർത്ത് വിഷമിക്കാതെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്താണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുക, നന്നായി പഠിച്ച് മുന്നേറി നല്ലൊരു ജോലിയൊക്കെ കിട്ടി തീർച്ചയായിട്ടും നമുക്ക് ഒരു സാലറിയൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിഷമിക്കാതെ ഇപ്പോൾ ഉള്ള ഫെസിലിറ്റിയിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ മക്കൾക്ക് വേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ഓർത്ത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ വിചാരിക്കുന്നൊരു ലൈഫ് നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ റൂം നമ്മൾ കുട്ടികളുടെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. എല്ലാ വീഡിയോസിൻ്റെയും ഡീറ്റെയിൽസ് അതിലുണ്ട്. ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റൂം ഒരുക്കണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ യൂണിഫോമും അതോടൊപ്പം തന്നെ മുടി കെട്ടാനുള്ള റിബൺ, ഹെയർ ടൈ, ഇനിയിപ്പോൾ എന്തെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക ഒരു ഏരിയ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ കമ്മലായാലും അങ്ങനത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, ബ്രേസ്ലെറ്റോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു സ്ഥലത്ത് വെക്കാം. അപ്പോൾ എൻ്റെ മക്കൾ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനിതെല്ലാം തലേദിവസം തന്നെ സെറ്റ് ചെയ്തൊക്കെ വെക്കൂട്ടോ അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ യൂണിഫോം ആയാലും അവർക്ക് ഉപയോഗിക്കേണ്ട കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആയാലും എല്ലാം അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നേരത്തെയൊക്കെ പോണ സമയത്ത് തിരക്കില്ലാതെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ എപ്പോഴും നമ്മൾ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും, വലുതാകുമ്പോൾ അവർ സ്വയം അത് ചെയ്തോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏരിയയും കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ പെർഫെക്ഷൻ നോക്കിയിട്ട് നമ്മളെല്ലാം തലയിലെടുത്ത് വെച്ച് ചെയ്യാതെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ബുക്ക് കവറിങ്ങും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് സ്വയം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ ചിലയിടത്തൊക്കെ കുറച്ചൊക്കെ മിസ്റ്റേക്കുകൾ പറ്റിയിരുന്നു, പക്ഷേ അത് കുഴപ്പമില്ല, പറ്റുന്ന പോലെ അവർ ചെയ്യട്ടെ. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ തല്ലുകൂട്ടും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ പണി ഞാൻ തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. പക്ഷേ അത് അവരെടുക്കുന്നൊരു ട്രിക്കാണ്. ആ പണി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ കരുതി കൂട്ടി ഇഷ്യൂസ് ഉണ്ടാക്കണതാട്ടോ. കുട്ടികൾ അങ്ങനെയാണ്. അവർക്ക് ചിലപ്പോൾ പണി ഇഷ്ടമില്ലെങ്കിൽ അവരവിടെ സീൻ ഉണ്ടാക്കി നമ്മൾ പോകാൻ പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലൊന്ന് വീണ് പോകരുത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യിപ്പിക്കുക. ഓവർ സ്ട്രിക്റ്റ് അല്ല, പറ്റുന്ന ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഏഴാമത്തെ ടിപ്പ്, യൂണിഫോം എല്ലാം നമ്മൾ വാഷ് ചെയ്ത് അയൺ ചെയ്ത് സെറ്റാക്കി നേരത്തെ കൂട്ടി വെക്കുക. എന്താ വെച്ചാൽ മഴക്കാലമാണ്, ചിലപ്പോൾ ഏത് നേരത്തെ പണി കിട്ടാമെന്നറിയില്ല, പവർ കട്ടും കാര്യമൊക്കെ വന്നാൽ ഒന്നും തന്നെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂട്ടി അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. എട്ടാമത്തെ ടിപ്പ്, കൊച്ചുകുട്ടികളുടെ ബാഗൊക്കെ നമ്മൾ ഒതുക്കി നമ്മൾ സെറ്റ് ചെയ്യാനൊക്കെ അവരെ സഹായിക്കുമല്ലോ. അത് കഴിഞ്ഞ് ക്ലാസ്സിലോട്ട് അവർ ഇറങ്ങണതിന് മുൻപ് തന്നെ ബാഗ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര കൗതുകമാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു ബാഗിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നോക്കാൻ വേണ്ടി പുറത്തോട്ട് എടുക്കും. ചിലപ്പോൾ പകുതി ഐറ്റം പുറത്തിട്ടിട്ടാവും ഒരു സ്കൂളിലോട്ട് പോകാൻ, നമ്മളത് ശ്രദ്ധിക്കില്ല. എന്നാൽ കൊച്ചുകുട്ടികളുടെ ബാഗ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് അമ്മമാരോട് ഓവർ ടെൻഷൻ അടിക്കാതിരിക്കുക. മക്കളെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുമ്പോഴും കെയർ ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പ്രത്യേകിച്ച് മക്കൾ വലുതാവും തോറും ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ടെൻഷൻ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ഓർത്തിട്ട്. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ സ്കൂളിലോട്ട് വിടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഈശ്വരൻ നമ്മുടെ മക്കളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ഹാപ്പി ബാക്ക് ടു സ്കൂൾ. ഓക്കെ, ബൈ.